പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ UDF സർക്കാരാണ് 10 വർഷം പ്രതിപക്ഷത്തിരുന്നതാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരൊക്കെയായിരിക്കും മറ്റു മന്ത്രിമാർ, ചില ആളുകൾ തീർച്ചയായും മന്ത്രിയാകുമെന്നൊക്കെ നമുക്കറിയാമായിരുന്നു. കാര്യം ഇപ്പോൾ കെ മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും മന്ത്രിയായിരിക്കും എന്നറിയാമായിരുന്നു. പിന്നെ ജാതി സമവാക്യങ്ങൾ, രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും മന്ത്രിമാരെ പരിഗണിക്കുക. UDF മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രശ്നമായിരുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശനാകുന്നു. VD സതീശന് തന്നെ മറ്റു ചില വകുപ്പുകൾ സതീശൻ തന്നെ ചോദിച്ചു വാങ്ങുന്നു. ധനകാര്യ വകുപ്പൊക്കെ എനിക്ക് തന്നെ വേണമെന്ന് ചോദിച്ചു തന്നെ വാങ്ങുന്നു. പിന്നെ പല ആളുകളും ചോദിച്ച വകുപ്പുകളല്ല പല ആളുകൾക്കും കൊടുത്തതെന്നുള്ളത് മറ്റൊരു കാര്യം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്, എനിക്ക് ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു. ഇനി മറുവശത്തേക്ക് നോക്കുമ്പോൾ കെ മുരളീധരൻ അദ്ദേഹവും ആവശ്യപ്പെടുന്നതാണ്, എനിക്ക് ആരോഗ്യ വകുപ്പ് വേണം. കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും കുത്തഴിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പരാതികൾ വന്ന വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ആരോഗ്യ വകുപ്പിനെ നന്നാക്കാൻ എനിക്ക് കഴിയും. ഏറ്റവും ജനകീയനായ മന്ത്രിയാകാൻ ഒരു നല്ല ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ഏറ്റവും ജനകീയനായിട്ടുള്ള മന്ത്രിയാകാൻ കഴിയുക. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം ആ വകുപ്പ് ചോദിച്ചു വാങ്ങുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്ന സണ്ണി ജോസഫാണ് വൈദ്യുതി വകുപ്പ്. KSEBയുടെ പേരിൽ അല്ലെങ്കിൽ കറണ്ട് പവർ കട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. അദ്ദേഹം പല വിഷയങ്ങളിലും ഉത്തരങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വകുപ്പുകളും നൽകിയത് പോഷക സംഘടനകൾക്കൊക്കെ പല ആളുകളെ മന്ത്രിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയാൻ പ്രധാന കാര്യം എന്ന് പറയുന്നത് സണ്ണി ജോസഫ് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. തന്റെ തലയിൽ അടിച്ചിറക്കിയ കുരിശ് പോലെയാണ് ഈ വൈദ്യുതി വകുപ്പ് അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ അധികാരത്തിലേറി 2 മാസം ആകുമ്പോ തന്നെ മടുത്തു തുടങ്ങിയ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ വണ്ടി 5 വർഷം വരെ ഓടുക? ഇത് ഇങ്ങനെ ഒരു പ്രസ്താവന സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നൊന്നും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞത് വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനത്ത് എത്തിയതോടെ, അതായത് UDF മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ തൊട്ടാണ് ഈ വൈദ്യുതി വകുപ്പിൽ കാരണം വൈദ്യുതി ഇല്ലാത്ത, അതായത് കറണ്ട് കട്ടിനൊക്കെ ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം വൈദ്യുതി കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ വലിയ പണം കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ വലിയ തുകയ്ക്ക് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വന്നത്. അപ്പൊ അത് മുതൽ പ്രശ്നങ്ങളാണ് തുടങ്ങിയത്. കാരണം ജനങ്ങൾ ഇത്രയും കാലം പവർ കട്ടില്ലാതെ പെട്ടെന്ന് പവർ കട്ട് വരുമ്പോൾ, അതും മന്ത്രിസഭ പുതിയതായിട്ട് അധികാരത്തിൽ വരുമ്പോഴേക്ക് തന്നെ വരികയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിൽ ജനങ്ങൾക്ക് അതൊരു ആദ്യം കുറച്ച് ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് സ്ഥിരമായി തുടങ്ങിയപ്പോൾ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. അതിനുള്ളൊരു നീരസം പ്രകടിപ്പിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. കാരണം ഇതിന് കൃത്യമായിട്ടൊരു സമയം പറഞ്ഞിരുന്നില്ല പവർ കട്ടിന്. അതായത് അതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ട്. അതായത് 7 മണി തൊട്ട് 7:30 വരെ അല്ലെങ്കിൽ 7:15 വരെ ആണെന്നുള്ളൊരു സമയം പറഞ്ഞില്ല. പല സമയത്ത് തോന്നിയ സമയത്ത് പോവുക, തോന്നിയ സമയത്ത് വരിക. അപ്പൊ തന്നെ ഈ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇത് ചെയ്യണമെങ്കിൽ വെറുതെ തലയ്ക്ക് ഓളം വേണം, അല്ലെങ്കിൽ ബുദ്ധി പ്രയോഗിക്കണം എന്നുള്ള രീതിയിലാണ്. മന്ത്രിയായിരുന്ന പോരാ, എങ്ങനെ ഈ കാര്യങ്ങൾ പവർ കട്ട് ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ആക്കിയതുപോലെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള പഠിക്കണം, അല്ലാതെ വെറുതെ പവർ കട്ടങ്ങ് ഏർപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ MM മണിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമായിരുന്നു. കാരണം രാത്രി സമയങ്ങൾ പുലരുന്നവരെയൊക്കെ ആയിരുന്നു ഈ മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇത്തവണ എന്തായാലും ഒരുപാട് പേര് ഫുട്ബോൾ കാണാനിരിക്കുകയും കൂടുതൽ നേരം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിനൊരു കാരണമായി മാറിയേക്കാം. അപ്പൊ ഈ സമയത്ത് ലോകകപ്പ് ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ചരിത്ര സംഭവം തന്നെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അർജന്റീന ഫൈനലിൽ എത്തിയത് കൊണ്ട് ഒക്കെ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തായാലും ലോകകപ്പ് ഫൈനൽ കാണാൻ അവധി നൽകുന്നു. അപ്പം MM മണി ഒരു ട്രോള് ഇറക്കിയതെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം അവധി കൊടുത്തിട്ട് കാര്യമില്ല, KSEB കൂടിയും പരിഗണിക്കണം. കാരണം എന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കളി കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നുള്ളൊരു രീതി. കാരണം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്ത്രിയുടെ പ്രവർത്തനമൊന്നും ശരിയല്ല, നേരായ രീതിയിൽ നോക്കിയില്ല. കറണ്ട് അന്ന് പോയിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം, അന്ന് പോവില്ല എന്നുള്ളത് KSEB പിന്നെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ ആ ഒരു കുറച്ചു കാലമായി മഴ തീരെ കുറഞ്ഞത് കൊണ്ട് ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു KSEBക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നത് കൊണ്ടാവും ഈ ഒരു പ്രസ്താവന ഇറക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. സണ്ണി ജോസഫ് ഒക്കെ മന്ത്രിയായി വരുമ്പോൾ അല്ലെങ്കിൽ UDF മന്ത്രിസഭയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള മന്ത്രിമാരൊക്കെ കുറവാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പുതിയ മന്ത്രിമാരൊക്കെ ആകുമ്പോൾ അവർക്ക് പഠിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടാകും. പക്ഷെ സണ്ണി ജോസഫ് ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എനിക്ക് തന്ന പണി കൃത്യമായി ഞാൻ ചെയ്യും. 90% ജീവനക്കാരും നല്ല ആളുകളാണ്.
ജനങ്ങൾ പറയുന്നത്, അത് എടുത്തു പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നത് 90% ജീവനക്കാരും നല്ല ആളുകളാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, 10% ആളുകളാണ് പ്രശ്നം. ഈ 10% കൂടി മാറി എന്റെ ആഗ്രഹം 99.9% ജീവനക്കാരും നന്നാകണമെന്നുള്ളതാണ്. എന്റെ കടമയാണ്, ഞാനത് ഏറ്റവും നന്നായി ചെയ്യാൻ തന്നെ നോക്കും. കുറച്ച് സമയമൊക്കെ എടുക്കും. കാര്യം 2 മാസം കൊണ്ടൊന്നും ഒരു മന്ത്രി നന്നായി പഠിച്ചിപ്പോ പെർഫോം ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് സമയം എടുത്താണെങ്കിലും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ മാറ്റം കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് സാധാരണ ജനപ്രതിനിധികൾ പറയാൻ പഠിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കും എന്റെ കീഴിലുള്ള KSEB ജീവനക്കാർക്കും ശമ്പളം നൽകുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. ഒരു പോസ്റ്റ് ഇടിഞ്ഞു വീണാൽ തന്നെ മന്ത്രിയെ ഡയറക്റ്റ് വിളിക്കുന്ന കാലമാണിത്. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. ഒരു പോസ്റ്റ് ഇടിഞ്ഞു വീണാൽ മന്ത്രിയെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്ന ഒരു കാലമാണ് അതെന്ന് വെച്ചാൽ ഒരു പരാതി രൂപത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കും എന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്കും KSEB ഉദ്യോഗസ്ഥർക്കും പണം നൽകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ നികുതി പണമാണ്. അപ്പൊ ജനസാധാരണഗതിയിൽ അങ്ങനെയൊന്നും ജനപ്രതിനിധികൾ അത് അംഗീകരിക്കാറുമില്ല, അത് പറയാറുമില്ല. അംഗീകരിച്ചാൽ പോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം സാധാരണ ഞാനും ചേട്ടനും അടക്കമുള്ളവർ നൽകുന്ന നികുതി പണമാണെന്ന് അറിയെങ്കിൽ പോലും അത് പറയാറില്ല. പക്ഷെ അത് പറയാനുള്ള ആർജവം സണ്ണി ജോസഫ് കാണിച്ചു. പിന്നെ ഒരു വശത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞില്ല, ഞാനിപ്പോ എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതിൽ അതിയായ സന്തോഷവാനാണ് എന്നൊന്നും പറഞ്ഞില്ല, സത്യമായി തുറന്നു പറഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ ആദ്യം ഹൈലൈറ്റ് ആവുക, ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് ആദ്യം എത്തുക, ഇങ്ങനെ എന്താണ് ഈ വൈദ്യുത വകുപ്പ് തലയിൽ അടിച്ചു കയറ്റിയ കുരിശാണെന്ന് പറയുമ്പോൾ അതാണ് എല്ലാവരുടെയും ജനങ്ങളിലേക്ക് എത്തുക. അപ്പൊ അത് എന്തുകൊണ്ടാണ് പറയാ, ഈ മന്ത്രിയുടെ കഴിവില്ലായ്മ കൊണ്ട് എന്നുള്ളൊരു പേരാണ് ഇനി വരാൻ പോണത്. മാത്രമല്ല ഈ എന്താണ് മുഴുത്തേങ്ങ കിട്ടിയ പാട്ടിയെ പോലെ എന്ന് പറയുന്ന പോലെ, നായ്ക്ക് മുഴുത്തേങ്ങ കിട്ടിയ പോലെ എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെയാണെന്നുള്ള രീതിയിലാണ് പലരും ഇപ്പൊ പറഞ്ഞു തുടങ്ങുന്നത്. മന്ത്രിയെ ആക്ഷേപിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയുള്ള പല ഇതും ഇനി വരാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ 2 രീതിയിലാണ് എടുക്കുന്നത്. ഒന്ന് പോസിറ്റീവായും എടുക്കാം, നെഗറ്റീവുമായിട്ടും എടുക്കാം എന്ന് പറഞ്ഞാൽ, ആദ്യം നെഗറ്റീവ് വശം എന്താണെന്ന് പറയാം. ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ, ഇത്തരം ഒരു പ്രസ്താവന ഒരു മന്ത്രി തന്നെ നടത്തുമ്പോൾ ജനങ്ങൾക്ക് ആ മന്ത്രിയിലും ആ സർക്കാരിലും എന്ത് വിശ്വാസമാണുള്ളത്? സർക്കാർ ആരെയൊക്കെയോ പിടിച്ച്, അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏതൊക്കെയോ MLA-മാരെ പിടിച്ച് മന്ത്രിമാരാക്കി, അല്ലെങ്കിൽ അവസരങ്ങൾ നൽകി, യുവാക്കൾക്കൊക്കെ അവസരം നൽകിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു മുറുമുറുപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഈ മന്ത്രി എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ആ മന്ത്രിക്ക് തന്നെ താല്പര്യമില്ലാതെ കിട്ടിയ വകുപ്പായതുകൊണ്ട് ഈ മന്ത്രിയെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് അതിന്റെ നെഗറ്റീവ് വശം. പോസിറ്റീവായി പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ആഗ്രഹിച്ചോ ചോദിച്ചോ വാങ്ങിയ മന്ത്രിസ്ഥാനമല്ല. ഇദ്ദേഹത്തിന് കുറച്ച് സമയം നമ്മൾ നൽകണം പഠിച്ചു മാറാൻ വേണ്ടി. അദ്ദേഹം ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ വികാരം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കള്ളമില്ലാത്ത, അല്ലാതെ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ കള്ളങ്ങൾ ഞങ്ങളോട് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ ഞങ്ങളോട് തുറന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കൂടി സപ്പോർട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാറാനും അദ്ദേഹം പരിശ്രമിക്കാനും തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടും എടുക്കാൻ. പക്ഷെ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതലും നെഗറ്റീവായി പോകാനാണ് ഈ വിഷയത്തിന് സാധ്യത കൂടുതൽ. പക്ഷെ ഇതിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നത്, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് മന്ത്രി ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ പവർ കട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വന്നതിനെ കുറിച്ചും നേരത്തെ തന്നെ മന്ത്രി വെളിപ്പെടുത്തിയത്. കാരണം വേണമെങ്കിൽ ഉയർന്ന വിലയ്ക്ക് അന്യ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങാം. വൈദ്യുതി വാങ്ങുന്നതിന് പൈസ കൂടും, അത് ജനങ്ങളുടെ മേലൊരു ഭാരമാക്കി അടിച്ചേൽപ്പിക്കേണ്ട എന്ന് കരുതിക്കൊണ്ടാണ്. അതെ, സാമ്പത്തിക പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ കൊണ്ടാണ് പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നും. പിന്നെ മഴ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ, പക്ഷെ ഇപ്രാവശ്യം മഴ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കാര്യം ജനങ്ങളിലേക്ക് എത്തില്ല. കാരണം പവർ കട്ട് ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക. എന്തായാലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത് ഇനി എന്തായാലും ചർച്ചാ വിഷയമാകാൻ തന്നെയാണ് സാധ്യത. ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്.